ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. കമ്പനി ബോർഡ് LGS സ്പെഷ്യൽ ക്ലാസ്സുകളിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്കാണ് നമ്മളിപ്പോൾ ഡെയിലി വൈസ് ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം തുടങ്ങുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരെല്ലാം തന്നെ ഡെയിലി അപ്ലോഡ് ആവുന്ന എല്ലാ വീഡിയോസും ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ കുറേയേറെ സ്റ്റഡി മെറ്റീരിയൽസ് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, നോട്ട്സും ഒക്കെ കിട്ടും. നിങ്ങളതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു ഘടകം. എന്ന് പറയുന്നത് പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് കമ്പനി ബോർഡ് LGS ലിസ്റ്റിൽ കയറാനൊക്കില്ല. കഴിഞ്ഞ വേരിയസ് LGS ലിസ്റ്റിൽ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കയറിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കമ്പനി ബോർഡ് LGSലും കുറേയേറെ പേർക്ക് ജോലി ലഭിക്കും എന്നൊരു കോൺഫിഡൻസോടു കൂടിയാണ് ഞാൻ ഈ ഒരു കോഴ്സ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ ദിവസത്തെയും വീഡിയോസ് അപ്ഡേറ്റ് ആക്കാൻ ശ്രമിക്കുക. ഞാനിത് പ്ലേലിസ്റ്റ് ആക്കി ഇട്ട് തരാം. അപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് അനുസരിച്ച് 20 മാർക്ക് കറണ്ട് അഫെയർ, 20 മാർക്ക് കണക്ക്, 20 മാർക്ക് സയൻസ്, പിന്നെ 40 മാർക്ക് പൊതുവിജ്ഞാനം. ഇങ്ങനെയായിരിക്കും സിലബസ്. ഈ സിലബസിൽ നമ്മൾ വേറിട്ട രീതിയിലാണ് പഠിക്കുന്നത്. SCERT ഓരോ ചാപ്റ്ററുകൾ വീതം സയൻസ് മുഴുവൻ പഠിക്കണം. സോഷ്യൽ സ്റ്റഡീസ്, അതായത് പൊതുവിജ്ഞാനം, സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കണം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 150ഓളം ക്ലാസ്സുകൾ ഉണ്ടാവും SCERT സയൻസും സോഷ്യലൂടെ. പിന്നെ നമുക്ക് ബാക്കി മേഖലകളെ കൈകാര്യം ചെയ്യാൻ പൊതുവിജ്ഞാനം PSC ബുള്ളറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2025 ഓരോ മാസങ്ങളും സ്പെഷ്യലായിട്ട് പഠിക്കണം. 2024 ഫുൾ ഒരു വീഡിയോ നമ്മൾ ആദ്യത്തെ ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ നമ്മൾ SCERT തുടങ്ങുകയാണ്. SCERT അടിസ്ഥാന ശാസ്ത്രം അഥവാ സയൻസ് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം 2 പാർട്ടായിട്ട് 8 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ആദ്യത്തെ പാർട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ 4 ചാപ്റ്റർ: ഒറ്റയല്ലൊരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം നിത്യജീവിതത്തിൽ, ജീവനുള്ള വിത്തുകൾ. 4 ചാപ്റ്ററുകൾ 4 വീഡിയോസായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്ററിൽ ഒറ്റയല്ലൊരു ജീവിയും, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന മേഖലകളുണ്ട്. അതുമാത്രം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. കാരണം 5ാം ക്ലാസ്സിലെ പാഠം പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. SCERT അല്ലെങ്കിൽ LGS പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. സസ്യങ്ങൾ ചെറുമീനുകളെ കഴിക്കുന്നു, ചെറുമീനുകളെ വലിയ മീൻ കഴിക്കുന്നു, വലിയ മീനിനെ കൊക്ക് അങ്ങനെയുള്ള ജീവികൾ കഴിക്കുന്നു. ഇങ്ങനെ ഒരു ആഹാരജാലമുണ്ട്. ഈ ആഹാരജാലം നമ്മുടെ പരീക്ഷാ ചോദ്യപേപ്പറിൽ വരാറുണ്ട്. ആഹാരത്തിന് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികൾ തമ്മിലുള്ള ഈ പരസ്പര ബന്ധത്തെ വിളിക്കുന്ന പേരാണ് ആഹാര ശൃംഖലാജാലം. ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ ഓരോ ജീവികളും, ഇവിടെ കൊടുത്തിരിക്കുന്ന മാനിൽ ഒരിക്കലും തുടങ്ങുന്നില്ല, സസ്യത്തിലാണല്ലോ തുടങ്ങുന്നത്. ഈ ചെടി അഥവാ മരം, സസ്യങ്ങളെ മാൻ ഭക്ഷിക്കുന്നു, മാനിനെ കടുവ ഭക്ഷിക്കുന്നു. ഈ സസ്യങ്ങളെ തന്നെ പശു ഭക്ഷിക്കുന്നു, അതിനെ തന്നെ കടുവ ഭക്ഷിക്കുന്നു. ഈ രീതിയിൽ ഒരുപാട് ആഹാര ശൃംഖലകളുണ്ട്. ഈ ശൃംഖലകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ആഹാര ശൃംഖലാജാലം. കരയിലും കടലിലും എല്ലാ ആവാസ വ്യവസ്ഥയിലും ഇതുപോലത്തെ ആഹാര ശൃംഖലാജാലങ്ങളുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യങ്ങളാണ് പ്ലവകങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾ. അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് പ്ലവകങ്ങൾ. നമ്മുടെ പല ഏരിയയിൽ പല പേരിൽ അറിയപ്പെടും. പായൽ എന്നൊക്കെ പറയും. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ. അതറിഞ്ഞിരിക്കണം. നമ്മുടെ ഭൂമിയിൽ അല്ലെ കരയിൽ സസ്യങ്ങളാണ് ഉൽപാദകർ. അതുപോലെ തന്നെ കടലിൽ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ
ഭക്ഷണം പാചകം ചെയ്യുന്ന അല്ലെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ. ഇനിയും പക്ഷികളുടെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. കടുവ ഏറ്റവും ഉയർന്ന ഗണത്തിൽപ്പെട്ട ഭക്ഷ്യ ശൃംഖലാജാലയത്തിൽ അവസാനം വരുന്നതാണ് കടുവ. ഈ ജാലകം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇടയിലൊക്കെ ഒരുപാട് ജീവികൾ കയറി വരും. ഏറ്റവും താഴത്തെ സസ്യങ്ങളും ഏറ്റവും അവസാന കണ്ണിയിൽ വരുന്ന മൃഗങ്ങളും ശരിക്കും സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. അതാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഇനി കൊച്ചുകുട്ടികൾക്ക് ഇതിൽ ഒത്തിരി ഉണ്ട്. ഇവിടെ നോക്കിയാലും തുടങ്ങുന്നത് സസ്യങ്ങളിൽ നിന്നാണ്. അവസാനിക്കുന്ന ഏറ്റവും വലിയ മൃഗങ്ങൾ അഥവാ മാംസഭോജികൾ, കടുവകൾ, ഇവയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗത്തിൽ പെടുന്നു. ആഹാര ശൃംഖലാജാലത്തിലെ ഒരൊറ്റ ശ്രേണിയിലെ വിളിക്കുന്ന പേരാണ് ഫുഡ് ചെയിൻ അഥവാ ആഹാര ശൃംഖല. തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ കൂട്ടത്തെ ഇങ്ങനെ കാണിക്കുമ്പോൾ വിളിക്കുന്നത് ആഹാര ശൃംഖലാജാലം, അത് സിംഗിളായിട്ട് വരുമ്പോൾ വിളിക്കുന്നത് ആഹാര ശൃംഖല. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനിയും എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നായിരിക്കും. എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നായിരിക്കും. പക്ഷേ ഈ പറയുന്ന സസ്യങ്ങൾക്കും ആഹാരം വേണ്ടേ? അവരാണ് ഉൽപ്പാദകർ അഥവാ ആഹാരം സ്വന്തമായിട്ട് പാകം ചെയ്യുന്ന ആൾക്കാർ. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ജലവും കാർബൺ ഡയോക്സൈഡും. ഇതിന് ഉപയോഗിക്കുന്ന ഊർജം, നമ്മൾ വീട്ടിൽ ആഹാരം വെക്കാനാണെങ്കിൽ ഒന്നിൽ ഗ്യാസ് സ്റ്റവ് ഏതെങ്കിലും രീതിയിൽ ഊർജം ഉപയോഗിക്കും, വിറക് കത്തിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ഊർജം സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കും. ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് ആഹാര നിർമ്മാണത്തിന് സസ്യത്തിനെ സഹായിക്കുന്നത്. എങ്ങനെ ആഹാരം നിർമ്മിക്കുന്നു? ജലം ഉപയോഗിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു, സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നു, ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിൽ ആഹാരം ഉണ്ടാക്കുന്നു. അപ്പോൾ ആഹാരം അഥവാ ഗ്ലൂക്കോസ് ഉണ്ടാകും. അതിൻ്റെ ഫലമായി പുറത്തു വിടുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ സ്വീകരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്, പുറത്തേക്ക് വിടുന്നത് ഓക്സിജൻ. ഇലകൾ എപ്പോഴും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. സാധാരണ ചെടികളുടെ ഇലകളെല്ലാം പച്ച നിറത്തിലാണ്. എന്നാൽ ചീരയ്ക്ക് ചുവപ്പ് നിറം, അങ്ങനെ സസ്യങ്ങളുടെ ഇലയ്ക്ക് വേറെ നിറമുള്ള ചിലത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇലകൾക്ക് പച്ചവർണ്ണം നൽകുന്ന നിറത്തിൻ്റെ പേരാണ് ഹരിതകം. ഇതുപോലെ മറ്റു നിറങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കെരട്ടിൻ. അതോർത്തിരിക്കാൻ എളുപ്പമാണ്. ക്യാരറ്റിൻ്റെ നിറം ഓറഞ്ചാണ്. ഓറഞ്ച് കെരട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പ്രസ്താവനയായിട്ട് ചേരുംപടി ചേർക്കാൻ ചോദിക്കാം. ഇലകളുടെ നിറം ചുവപ്പ്, പച്ച, ഓറഞ്ച്, മഞ്ഞ. ഇലകളുടെ അല്ലെങ്കിൽ പൂക്കളുടെ ആയിക്കോട്ടെ. ചുവപ്പ്, പച്ച, ഓറഞ്ച്, മഞ്ഞ. വർണ്ണവസ്തുക്കൾ: പച്ചയ്ക്ക് ഹരിതകം, ചുവപ്പിന് ആന്തോസയാനിൻ, ഓറഞ്ചിന് കെരട്ടിൻ, മഞ്ഞയ്ക്ക് സാന്തോഫിൽ. ഇത് ഓർത്തിരിക്കുക. നമ്മളെപ്പോലെ തന്നെ സസ്യങ്ങളും ജീവികളും ഒക്കെ വാതക വിനിമയം നടത്തുന്നു. ഈ ഒരു ഗ്രാഫിൽ ഒരു PSC ചോദ്യം ഇരിപ്പുണ്ട്. ഈ ഗ്രാഫിൽ ഒളിഞ്ഞിരിക്കുന്ന PSC ചോദ്യം: അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? അവിടെ ഏറ്റവും കൂടുതൽ ഫില്ല് ചെയ്തിരിക്കുന്ന വാതകമാണ് നൈട്രജൻ. നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം. അന്തരീക്ഷത്തിൻ്റെ 71% നൈട്രജനാണ്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണം പോലെയല്ല, നമ്മുടെ ശ്വസനം പോലെ തന്നെ സസ്യങ്ങളും ഓക്സിജൻ ശ്വസനത്തിന് സ്വീകരിക്കുന്നു.
ശ്വസന ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു. പകൽ സമയത്ത് ഈ കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ ഓക്സിജൻ ആയാലും കാർബൺ ഡയോക്സൈഡ് ആയാലും നമുക്കറിയാം നമ്മുടെ ഗ്രന്ഥങ്ങൾ വഴി നമ്മൾ ശ്വസിക്കുന്നു. പക്ഷേ സസ്യങ്ങളിലേക്ക് എങ്ങനെ വായു കയറും? ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ അഥവാ സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റ വഴിയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും അകത്തു നിന്ന് വാതകങ്ങളെ പുറത്തേക്ക് തള്ളുന്നതും ഈ പറഞ്ഞ സൂക്ഷ്മ സുഷിരങ്ങളായ സ്റ്റൊമാറ്റോയാണ്. ആ ഒരു ചോദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി സസ്യങ്ങളിൽ അതിഥികളായി താമസിച്ചുകൊണ്ട് അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരം വരാറുണ്ട്. സസ്യങ്ങൾ സ്വയം ആഹാരം പാചകം ചെയ്യുന്നു. ഈ ആഹാരം അല്ലെങ്കിൽ ഇവയിൽ നിന്ന് സംരക്ഷണം സ്വീകരിക്കുന്ന ചില ജീവികൾ. എപ്പിഫൈറ്റ് അഥവാ മരവാഴ എക്സാമ്പിളാണ് മരവാഴ. ചെറിയ വേരുകളുള്ള ഈ സസ്യങ്ങൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരും. അതുകൂടാതെ ഇവയ്ക്ക് കട്ടിയുള്ള വേരുകളുണ്ട്. ഈ വേരുകൾ വഴി അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് അത് ആഹാരം പാകം ചെയ്യും. അപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ആ മരത്തിൽ വാടകയ്ക്ക് താമസിക്കുക എന്ന് പറയാം. അപ്പോൾ ഒരു വാസസ്ഥലം വേണം, അതിനുവേണ്ടി ഇവ മരങ്ങളെ ആശ്രയിക്കുന്നു. അത്തരം സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. ഉദാഹരണം മരവാഴ. സസ്യത്തിൻ്റെ ആഹാരം അതെടുക്കത്തില്ല, ഒരു താമസ സ്ഥലത്തിന് മാത്രം സസ്യത്തെ ആശ്രയിക്കുന്നു. ഇതുപോലെ തന്നെ ഇത്തിൽക്കണ്ണി, മാവിലൊക്കെയുള്ള ഇത്തിൽക്കണ്ണി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവർ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കും. താമസ സ്ഥലത്തിന് അവിടെ താമസിക്കും. അതുകൂടാതെ ഇവരുടെ ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കും. ആഹാരം സ്വന്തമായിട്ടുണ്ടാക്കും, പക്ഷേ സാധനം മേടിക്കത്തില്ല. ഈ സസ്യങ്ങളുടെ ആഹാരം അവർ സ്വീകരിക്കുന്ന ജലവും ലവണവും അതിൽ നിന്ന് വേരുകൾ വഴി വലിച്ചെടുക്കും. ഇവയ്ക്ക് പച്ച നിറമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇലയിൽ ആഹാരം അവരുണ്ടാക്കും. പക്ഷേ ആഹാരത്തിനുള്ള സാധനങ്ങൾ ഈ ഒരു ചെടിയിൽ നിന്ന് അടിച്ചു മാറ്റും. ഇവരെ വിളിക്കുന്ന പേരാണ് അർദ്ധപരാതങ്ങൾ, പകുതി പരാതം. ഇനി പൂർണ്ണപരാതമുണ്ട്, മൂടില്ല തളി. ഇവർ സസ്യത്തെ ഇങ്ങനെ വരിഞ്ഞു ചുറ്റി വളരും. സസ്യം ആഹാരം പാചകം ചെയ്യുന്ന ആഹാരം മൊത്തത്തിൽ അടിച്ചു മാറ്റിയാണ് ഇവർ ജീവിക്കുന്നത്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ, ഇവർ നിർമ്മിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ വേരുകൾ വഴി വലിച്ചെടുക്കും. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് പൂർണ്ണപരാതങ്ങൾ. ആ ചെടിയെ ആശ്രയിച്ചാണ് അവ പൂർണ്ണമായിട്ടും വളരുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് പൂർണ്ണപരാതങ്ങൾ. ഉദാഹരണം മൂടില്ല താളി. ഇങ്ങനെ ചെടികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയും ചെടികളുടെ ആഹാരം പാചകം ചെയ്യുന്ന രീതിയും തുടങ്ങിയ വസ്തുതകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ ഡ്രീം LDC 2024 എന്ന് പറഞ്ഞ് നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ PDF ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ PDF വായിക്കാം. അതോടൊപ്പം ഈ ക്ലാസ് കൂടി ഒന്ന് കേൾക്കുമ്പോൾ കുറച്ചേറെ യൂസ്ഫുൾ ആകും. 100% നിങ്ങൾക്ക് ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താം. എന്തെങ്കിലും മെച്ചപ്പെടുത്തണമെങ്കിൽ അത് പറയാം. എനിവേ, കമൻറ്റും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു. കമ്പനി ബോർഡ് LGSനെ ആശ്രയിച്ച് നമുക്ക് മുഴുവൻ ചാപ്റ്റേഴ്സും നന്നായി പഠിച്ച് മുന്നോട്ട് പോകണം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.